ഞങ്ങളിപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്നും ബ്രസൽസിലേക്കുള്ള യാത്രയിലാണ്. പതിവ് പോലെ ഒരു കാറ് വാടകയ്ക്കെടുത്താണ് സഞ്ചരിക്കുന്നത്. ഇനി യാത്ര അവസാനിക്കുന്നതുവരെ ഈ കാറ് ഞങ്ങളുടെ ഒപ്പമുണ്ടാവും. ബ്രസൽസ് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ്. ആംസ്റ്റർഡാമും ബ്രസൽസും വളരെ അകലത്തുള്ള രാജ്യതലസ്ഥാനങ്ങളല്ല. ഏതാണ്ട് 200 കിലോമീറ്റർ മാത്രമാണ് ഇവ തമ്മിലുള്ള ദൂരം. 3 മണിക്കൂറിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓടിച്ചെത്താവുന്നതേ ഉള്ളൂ. നിർത്തി പോവുകയാണെങ്കിൽ അല്പം കൂടി കൂടുതൽ സമയം എടുത്തേക്കാം. മറ്റൊരു പടിഞ്ഞാറൻ യൂറോപ്പ് രാജ്യമാണ് ബെൽജിയം എന്ന് നമുക്കറിയാം. നെതർലാൻഡ്സിന് തെക്കും ഫ്രാൻസിന് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന മുഖ്യധാരാ യൂറോപ്പിൻ്റെ എല്ലാ സ്വഭാവവുമുള്ള ഒരു രാജ്യം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. ചരിത്ര പുസ്തകത്തിൽ നമ്മളത് വായിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രം ഇരുമ്പുലക്കയല്ല, പല വ്യാഖ്യാനം സാധ്യമാവുന്ന വിചാരപദ്ധതിയാണ്. ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂർ അക്കാലത്ത് അവ്യവസ്ഥമായ നാട്ടുകൂട്ടമായിരുന്നു സൈന്യം. രാജകുടുംബത്തിലെ അധികാരവടംവലിയും അന്തഛിദ്രവും മറ്റൊരു വഴിക്ക്. എന്നിട്ടും തിരുവിതാംകൂറിനെ സുസ്ഥിരമായ ഒരു രാജ്യസ്വരൂപമായി മാറ്റിയെടുക്കാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് പറ്റിയത് എങ്ങനെയാവും? മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണകേന്ദ്രം ഇന്നുള്ളത് കന്യാകുമാരി ജില്ലയിലാണ്. പത്മനാഭപുരം ഉൾപ്പെടുന്ന നാഞ്ചിനാടൻ പ്രദേശങ്ങളിലൂടെ സിനിയും ഞാനും സമഗ്രമായി സഞ്ചരിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. പത്മനാഭപുരം, ഇരണിയൽ, തിരുവിതാംകോട്, ഉദയഗിരി കോട്ട തുടങ്ങി ചരിത്രം തൊട്ടുകിടക്കുന്ന സ്ഥലങ്ങളിലൂടെ, അത്രയും അറിയപ്പെടാത്ത മറ്റ് സ്ഥലങ്ങളിലൂടെയും. ഉദയഗിരി കോട്ടയിൽ ഒരാളുടെ ശവകുടീരമുണ്ട്, ക്യാപ്റ്റൻ ഡെലനോയിയുടെ. ഡച്ച് നാവികപ്പടയുടെ കമാൻഡറായിരുന്നു അദ്ദേഹം. കൊളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തോട് തോറ്റ ഡിലനോയി തടവുകാരനായി പിടിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് വാളും കുന്തവും മാത്രമുള്ള തിരുവിതാംകൂറിൻ്റെ കാലാൾ പട്ടാളത്തോട് തോക്കും പീരങ്കിയുമായി വന്ന ഡച്ച് പട തോറ്റുപോയത്? അന്ന് നാഞ്ചിനാടിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊളച്ചൽ യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിക്കാൻ ശ്രമിച്ചിരുന്നു. കൗതുകകരമായ ചില വസ്തുതകൾ പൊങ്ങി വന്നു. തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത ബെൽജിയം എന്ന രാജ്യത്തിലൂടെ ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അന്ന് മനസ്സിലാക്കിയ കഥകൾ മനസ്സിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. ഡച്ച് സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു ഡിലനോയി. പക്ഷേ അദ്ദേഹം ഡച്ച് വംശജനായിരുന്നില്ല, ഫ്ലെമിഷ് വംശജനായിരുന്നു. ബെൽജിയൻ ജനതയുടെ പ്രധാനപ്പെട്ട വംശധാരയാണ് ഫ്ലെമിഷ്. അക്കാലത്ത് ബെൽജിയം ഡച്ച് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. ഡിലനോയിയുടെ കാലത്ത് ഡച്ച് ഫ്ലെമിഷ് വംശീയ വിദ്വേഷം ശക്തമായിരുന്നു. അതിനാലാണ് കൊളച്ചിലിൽ വലിയ യുദ്ധത്തിനൊന്നും മുതിരാതെ ഡിലനോയി മാർത്താണ്ഡവർമ്മയോട് സന്ധിയായത്. ഡച്ച് സൈന്യത്തിൽ തുടരുന്നതിനേക്കാളും എന്തുകൊണ്ടും അദ്ദേഹത്തിന് അഭികാമ്യം തിരുവിതാംകൂറിൻ്റെ സൈനിക മേധാവി ആവുന്നതായിരുന്നു. ഡിലനോയിയാണ് തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവത്കരിച്ചത്. അദ്ദേഹമാണ് പീരങ്കിയും മറ്റു വെടിക്കോപ്പുകളും സൈന്യത്തിലേക്ക് കൊണ്ടുവന്നത്. അല്പം സ്വാതന്ത്ര്യമെടുത്താൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മയല്ല, യൂസേഷ്യസ് ഡിലനോയി എന്ന ബെൽജിയംകാരനാണ് എന്ന് പറയാം. യാത്ര ചരിത്രമാവുന്നത് ചരിത്രസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എന്നോ അനുഭവിച്ച ചരിത്രകഥകൾ ഒപ്പം സഞ്ചരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ബെൽജിയത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ഡിലനോയി ബോധത്തിൽ ഒരു സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ബ്രസൽസിലെ ഹോട്ടലിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. യൂറോപ്പിലെ വലിയ പട്ടണങ്ങളിലേക്ക് സ്വന്തമായി കാർ ഓടിച്ചു ചെല്ലുമ്പോൾ പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. വളരെ പ്രശസ്തമായ ഹോട്ടലുകൾക്ക് പോലും പാർക്കിംഗ് ഉണ്ടാവാറില്ല. എങ്ങനെയാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ എന്ന് ഹോട്ടലുകാരോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രാൻഡ് പ്ലേസ് എന്നോ ഗ്രോട്ടോ മാർക്കറ്റ് എന്നോ അറിയപ്പെടുന്ന ചത്വരമാണ് ബ്രസൽസ് പട്ടണത്തിൻ്റെ മധ്യം എന്ന് പറയാം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങൾ അവിടേക്കാണ് നടക്കുന്നത്. പട്ടണത്തിലെ പ്രശസ്തമായ റോയൽ ഗാലറി ഓഫ് സെൻറ്റ് ഹ്യൂബർട്ട് എന്ന നീളത്തിൽ കിടക്കുന്ന കച്ചവട സമുച്ചയം കടന്നു വേണം ഗ്രാൻഡ് പ്ലേസ് എന്ന ചത്വരത്തിലേക്ക് എത്താൻ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കടകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള ഈ കച്ചവട കേന്ദ്രം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ചതാണ്. ഞങ്ങൾ ആദ്യം സന്ദർശിച്ച യൂറോപ്യൻ പട്ടണങ്ങളിലൊന്നായ ഇറ്റലിയിലെ മിലാനിൽ ഇത്തരത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു കച്ചവട കേന്ദ്രം കണ്ടതോർക്കുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ ബ്രസൽസിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മിലാനിൽ അത് നിർമ്മിച്ചത് എന്ന് മനസ്സിലായി.
ബ്രസൽസിലെ എല്ലാ തെരുവുകളും ഗ്രാൻഡ് പ്ലേസിലേക്കാണ് നീണ്ടുകിടക്കുന്നത് എന്ന് തോന്നും. അവയുടെ ഓരത്ത് തീൻശാലകളും മറ്റു കടകളും. കെട്ടിടങ്ങൾക്ക് എല്ലാം പൗരാണികതയുടെ പ്രൗഢഭാവം. നിരത്തിലാകമാനം ആളുകൾ. നിരത്തോരത്തെ റെസ്റ്റോറൻറ്റുകളിൽ ആഹാരം കഴിച്ച് പാനീയം നുണഞ്ഞ് സുറ പറഞ്ഞിരിക്കുന്നവർ. ഒരു വലിയ പട്ടണം സ്പന്ദിക്കുന്ന ഇത്തരം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഗ്രാൻഡ് പ്ലേസ് എന്ന ചത്തുരത്തിലെത്തി. ഗ്രാൻഡ് പ്ലേസിലെ കാഴ്ച ഞങ്ങളെ നിരാശപ്പെടുത്തി എന്ന് പറയാതെ വയ്യ. അവിടെ പട്ടണത്തിലെ പ്രശസ്തമായ ബിയർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച അവസാനം നടക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. ചത്വരം ഈ ഉത്സവത്തിനായി വളച്ചുകെട്ടി അവിടെ ബിയർ വിൽപ്പനയുടെ സ്റ്റാളുകൾ ഉയർന്നിരിക്കുന്നു. അല്ലെങ്കിൽ വിസ്തൃതമായ ചത്വരം ഇതൊന്നുമില്ലാതെ വിശാലമായി കിടക്കേണ്ടതാണ്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ സ്ക്വയറിൻ്റെ 4 ഭാഗത്തുമുള്ള അതിഗംഭീരമായ വാസ്തുനിർമ്മിതികളെ അതിൻ്റെ മുഴുവനായ ഗാംഭീര്യത്തിലും ഭംഗിയിലും കാണാൻ പറ്റൂ. അതിന് സാധിക്കാത്തതിനാലാണ് ഞങ്ങൾക്ക് നിരാശ തോന്നിയത്. ചെന്നെത്തുന്ന ഇടത്തെ അവിടുത്തെ ആ നേരത്തെ സവിശേഷതകൾ ഉൾക്കൊണ്ട് ആസ്വദിക്കുക എന്നതാണ് ഞങ്ങളുടെ രീതി എന്നതിനാൽ ബിയർ ഫെസ്റ്റിവൽ എന്ന ഉത്സവത്തിൻ്റെ ജനത്തിരക്കിലേക്ക് ഞങ്ങളും അലിഞ്ഞു ചേർന്നു. ചത്വരത്തിന് നടുവിലായി കെട്ടിയുണ്ടാക്കിയ അസംഖ്യം സ്റ്റാളുകളിൽ ബിയർ കച്ചവടം പൊടിപൊടിക്കുന്നു. പലതരം ബിയറുകൾ കുടിച്ചു തള്ളുന്ന ആളുകൾ, അവരുടെ ആഹ്ലാദാരവം, അവരുടെ വർണ്ണവസ്ത്രങ്ങൾ, നിറങ്ങളുടെ മേളം. ബ്രസൽസ് പട്ടണത്തിലെ ഒരേ ഒരു ബിയർ ഫെസ്റ്റിവൽ അല്ല ഇത്. ഒരു വർഷത്തിൽ 3-4 തവണ ഇത്തരം ബിയർ മേള ഉണ്ടാവാറുണ്ടത്രേ. ബ്രസൽസിൽ മാത്രമല്ല, യൂറോപ്പിലെ ഒരുവിധമുള്ള എല്ലാ പട്ടണങ്ങളിലും ബിയർ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ആ നിലയ്ക്ക് പ്രസിദ്ധമായ ഒരു ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന നേരത്ത് ഇവിടെ വന്ന് പെട്ടു എന്നത് സവിശേഷമാണ്. ഇത് ഇവിടത്തുകാരുടെ ഒരു സാംസ്കാരിക സംഗമമാണ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഗ്രാൻഡ് പ്ലേസിൻ്റെ 4 അതിരുകളിലും കാണുന്ന അതിഗംഭീരമായ വാസ്തുനിർമ്മിതികളെ ആവും വിധം സ്വാംശീകരിക്കാനും പകർത്താനും ഞാൻ ശ്രമിച്ചു. ഇവിടെയുള്ള ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ നിർമ്മിതി ഗോത്തിക് വാസ്തുകലാരീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ടൗൺ ഹാളാണ്. വലിയ മീനാരത്തോടുകൂടി കാണപ്പെടുന്ന ഗംഭീരമായ ഒരു വാസ്തുശില്പം. ബ്രസൽസിൻ്റെ മുനിസിപ്പൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഗ്രാൻഡ് പ്ലേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതി കിങ്സ് ഹൗസ് എന്ന കെട്ടിടമാണ്. രാജകൊട്ടാരം എന്നാണ് വിളിപ്പേരെങ്കിലും ഈ കെട്ടിടം ഒരിക്കലും രാജാവിൻ്റെ വസതി ആയിരുന്നിട്ടില്ല. ശരിക്കുള്ള രാജകൊട്ടാരം മറ്റൊരു ഭാഗത്തുണ്ടത്രേ. ഇന്ന് ഈ നിയോഗോത്തിക് നിർമ്മിതി സിറ്റിയിലെ പ്രധാനപ്പെട്ട മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ചുറ്റും കാണുന്ന മറ്റു മനോഹര നിർമ്മിതികൾ ഗിൽഡ് ഹൗസസ് എന്നറിയപ്പെടുന്നു. പഴയകാലത്തെ കച്ചവട സംഘങ്ങളെയാണ് ഗിൽഡുകൾ എന്ന് പറയുക. അത്തരത്തിലുള്ള സമ്പന്നമായ കച്ചവട സംഘങ്ങളുടെ ഓഫീസുകളും മറ്റും പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ഈ ഗിൽഡ് ഹൗസുകൾ. ഇവിടെ ശ്രദ്ധിച്ച സവിശേഷമായ മറ്റൊരു കാര്യം ചത്വരത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു പള്ളി കണ്ടില്ല എന്നതാണ്. യൂറോപ്പിലെ പുരാതനമായ ചത്വരങ്ങളിലെ ഏറ്റവും പ്രത്യേകതയുള്ള വാസ്തുനിർമ്മിതി പൊതുവെ ഒരു പള്ളിയായിരിക്കും. അതിനു മുന്നിലായാവും ചത്വരമുണ്ടാവുക. ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസിൽ പക്ഷേ പള്ളിയില്ല. ബിയർ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ കണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. അടുത്ത് കണ്ട ഒരു ചോക്ലേറ്റ് കടയിൽ കയറി. ബെൽജിയൻ ചോക്ലേറ്റ് ലോകപ്രശസ്തമാണ്. മടങ്ങിച്ചെല്ലുമ്പോൾ കൂട്ടുകാർക്ക് കൊടുക്കാനായി കുറച്ച് ചോക്ലേറ്റ് വാങ്ങി. കുവൈറ്റിലേക്ക് കൊണ്ടുപോകാൻ ചോക്ലേറ്റ് വാങ്ങുന്നത് വലിയ ഒരു ജോലിയാണ്. യൂറോപ്പിലെ പല ചോക്ലേറ്റിലും നേരിയ അംശത്തിലെങ്കിലും ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ടാവും. കുവൈറ്റ് മദ്യം നിരോധിച്ച രാജ്യമാണല്ലോ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് സൂക്ഷ്മമായി വായിച്ചു നോക്കിയിട്ട് വേണം ചോക്ലേറ്റ് വാങ്ങാൻ. അശ്രദ്ധമായി ചോക്ലേറ്റ് വാങ്ങി വന്ന് 1-ലേറെ തവണ കസ്റ്റംസിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് ഞാൻ. ചത്വരത്തിൽ നിന്നും ഇറങ്ങി ഒരു വഴിയിലൂടെ ഞങ്ങൾ നടന്നു. ഞങ്ങൾ എത്തപ്പെട്ടത് സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിന് മുന്നിലാണ്. ബെൽജിയത്തിന് ഒരു ഔദ്യോഗിക മതം ഇല്ലെങ്കിലും മതവിശ്വാസികളിലധികവും കത്തോലിക്കരാണ്. അതിനാൽ തന്നെ ഈ പള്ളി ബെൽജിയത്തിൻ്റെ നാഷണൽ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. രാജകീയ വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതൊരു കത്തീഡ്രലാണ്. രൂപതാ ബിഷപ്പിൻ്റെ ആസ്ഥാന പള്ളികളെയാണ് കത്തീഡ്രൽ എന്ന് പറയുക. ബെൽജിയം എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ കത്തീഡ്രൽ എന്ന നിലയ്ക്ക് ഇവിടുത്തെ കത്തോലിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഇത്. യൂറോപ്പിലെത്തിയാൽ ഗംഭീരമായ പള്ളികൾ കണ്ട് നമ്മൾ മടുക്കും.
അവയുടെ വാസ്തുരീതിയും ചരിത്രവും വിശദീകരിക്കാൻ നിന്നാൽ പെട്ടെന്നൊന്നും തീരില്ല. ഈ പള്ളിയുടെ മുറ്റത്ത് വച്ചാണ് ഏതാണ്ട് ഞങ്ങളുടെ പ്രായത്തിലുള്ള ഒരു സംഘം മലയാളികളെ കണ്ടത്. കേരളത്തിൽ നിന്നും ഒരു ഗ്രൂപ്പ് ടൂറിനോടൊപ്പം വന്നതാണ്. അവരെ കണ്ടത് ഞങ്ങൾക്കും ഞങ്ങളെ കണ്ടത് അവർക്കും സന്തോഷമായി. കുറച്ച് സമയം അവരുമായി സംസാരിച്ചു നിന്നു. അവരുമായി ഒരു ചിത്രം പകർത്താൻ പക്ഷേ വിട്ടുപോയി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തുള്ള സ്ഥലം കുറച്ചുകൂടി ആധുനികമായ ഇടമാണ്. മൂവന്തി നേരത്ത് ഞങ്ങൾ അതുവഴി ഒന്ന് നടന്നു. റോഡിൽ വാഹനത്തിരക്കുണ്ടെങ്കിലും വഴിയോരം ഏറെക്കുറെ തിരക്ക് കുറഞ്ഞാണ് കാണപ്പെടുന്നത്. കുറച്ച് മുൻപ് കണ്ട ഗ്രാൻഡ് പ്ലേസ് ഭാഗത്തെ ജനത്തിരക്കുമായി താരതമ്യം ചെയ്യാൻ ഒട്ടുമാവില്ല. ആധുനികമായ ചില കെട്ടിടങ്ങളും ശില്പങ്ങളും ജലധാരകളും മറ്റും ഈ ഭാഗത്ത് കണ്ടു. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ നിന്നും പക്ഷേ വെട്ടം മുഴുവനായും മാഞ്ഞിട്ടില്ല. മൂവന്തി നേരത്തിന് സവിശേഷമായ ചാരുതയുണ്ട്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് ഭൂപ്രകൃതിയിലായാലും. ഒരു മഹാനഗരത്തിൻ്റെ നടുവിലും സന്ധ്യാനേരം വിരിച്ചിട്ട വിമൂകമായ പ്രകൃതിഭാവത്തിലൂടെ ഞങ്ങൾ സാവധാനം നടന്നു.